അപ്പം ഓസ്കാറിൽ നമുക്ക് ബ്രീഡിങ് നമുക്ക് പോസിബിൾ ആണ്. നമുക്ക് ഇന്ത്യക്കകത്ത് ട്രിവാൻഡ്രത്തൊക്കെ ഒരുപാട് നമ്മളെ സുഹൃത്തുക്കൾ ബ്രീഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ബ്രീഡിങ്ങിന് നമുക്ക് 1:1 റേഷ്യോ ആണ്. പല മീനുകൾക്ക് 1:1 റേഷ്യോസ് അല്ല, ലൈവ് ബേഴ്സിനെല്ലാം ഡിഫറെന്റ് ആണ്. ഇവർക്ക് 1:1, ചിക്കലിനെല്ലാം 1:1 റേഷ്യോ ആണ്. ഇവരെ നമുക്ക് മെയിലോ ഫീമെയിലോ ഐഡന്റിഫൈ ചെയ്യുന്നത് ജെനറ്റിക് പേപ്പറിൽ വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ മെയിൽ കുറച്ചുകൂടി വലിയ സൈസും ഫീമെയിൽ സൈസ് കുറച്ചുകൂടി ചെറുതായിരിക്കും. ഇവരെ നമ്മൾ കൺഫേംഡ് പെയർ ആക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ മീഡിയം സൈസ് വരുന്ന ഓസ്കാറിനെ ചൂസ് ചെയ്ത്, അത് ഇപ്പം ഓസ്കാറിൽ തന്നെ ഏകദേശം 4-5 സ്ട്രെയിൻ കൂടുതൽ മാർക്കറ്റിലുണ്ട്. ഇപ്പൊ അതിന്റെ തന്നെ ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റീസും വരുന്നുണ്ട്. വെയിൽ ടെയിൽ വരുന്നുണ്ട്, ഏറ്റവും ലേറ്റസ്റ്റ് ഒക്കെ നല്ല രീതിയിലുള്ള വെയിൽ ടെയിൽസ് വരുന്നുണ്ട്. നോർമൽ രീതിയിൽ മാംഗോ വരുന്നുണ്ട്, ആൽബിനോ, ഫയർ റെഡ്, കോപ്പർ, ടൈഗർ, അങ്ങനെ 4-5 സ്ട്രെയിനാണ് മാർക്കറ്റിൽ അവൈലബിൾ. ഹൈബ്രിഡ് വെറൈറ്റീസും ചില്ലി റെഡും അങ്ങനത്തെ സ്ട്രെയിനുകളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു സ്ട്രെയിന് നമ്മൾ നിശ്ചിത ക്വാണ്ടിറ്റി മീൻസ് ഒരു കുറഞ്ഞത് ഒരു ടാങ്കിന്റെ സ്പേസ് അനുസരിച്ച് ഒരു 5 മുകളിൽ ഒരു ക്വാണ്ടിറ്റി ചൂസ് ചെയ്തൊരു ടാങ്കിൽ ഇറക്കുക. ടാങ്കിൽ ഇറക്കിയ ശേഷം ഇവർ ഈ ഫ്ലാറ്റ് സർഫസിലൊക്കെയാണ് എഗ് ചെയ്യുന്നത്. ചിക്കിൾസ് സാധാ ചെയ്യുന്ന പോലെ തന്നെയാണ് ഫ്ലാറ്റ് സർഫസിലാണ് അവർ എഗ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള റോക്കോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണുകൊണ്ടുള്ള പാത്രങ്ങളോ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവർ പേര് തിരിഞ്ഞു നമ്മൾ പേര് തിരിക്കുന്നതിനെക്കാട്ടും ഇവർ തന്നെ സ്വയം അവരുടെ മെയിലിനോ ഫീമെയിലിനെ ഐഡന്റിഫൈ ചെയ്ത് ചെയ്യുന്നതാണ് കുറച്ചുകൂടി റിസൾട്ട് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ അവർ തന്നെ പേര് തിരിയും. മീൻസ്